എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം അലീന ലിസ്റ്റ് ചോദിക്കുമ്പം പൗലോസ് കൊടുക്കുന്നില്ല. തിരിച്ച് വന്നിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് വന്നിട്ട് കൊടുക്കാം എന്ന് പറയുന്നു. ആയിക്കോട്ടെ എന്ന് അലീന പറഞ്ഞു കഴിയുമ്പോഴേക്കും പൗലോസ് ധൃതി വയ്ക്കുക. എന്തൊക്കെയോ മോദിസയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കടക്കാരൻ, അതുകൊണ്ട് പെട്ടെന്ന് ചെല്ലണം എന്നൊക്കെ പറയുമ്പോൾ അയാളുടെ മക്കളൊക്കെ വലുതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആൻ്റപ്പേട്ടൻ ഇയാളുടെ കളത്തിൽ അത്രയ്ക്ക് അങ്ങ് പെട്ടെന്ന് പിടികിട്ടിയില്ല. അന്നേരം അങ്ങനെ ദേഷ്യപ്പെടുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് വണ്ടിയിൽ കയറി എന്ന് പറഞ്ഞാൽ അവർ വണ്ടിയിൽ കയറി പോവാണ്. അന്നേരം എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. എനിക്ക് അലീനെ കുറച്ച് നിന്നിട്ട് അങ്ങകത്തേക്ക് കയറി പോവേ. അതുപോലെ ആൻ്റപ്പച്ചേട്ടനും വണ്ടി വെച്ച് പറയുന്നുണ്ട്, ആ കുഞ്ഞിന് എന്തോ സംശയം ഉണ്ടെന്നോ തോന്നുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളോട് ചോദ്യം ചെയ്യുകയല്ലോ, നമ്മളോട് ലിസ്റ്റൊന്നും ചോദിക്കുകയല്ലോ, എന്താ പ്രശ്നം എന്നറിയത്തില്ല, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ എന്ന് പറയുമ്പം പൗലോസ് പറയുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല, അവൾക്ക് വലിയ ആളാവണം, അതിനു വേണ്ടിയാണ് അവൾ എൻ്റെ കയ്യിൽ നിന്ന് അടുക്കള പിടിച്ചെടുത്തു, അതുപോലെ ഇനി എല്ലായിടത്തും ഭരിക്കണം, അതിനുവേണ്ടി മാത്രം ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് ആൻ്റപ്പേട്ടൻ പറയുന്നുണ്ട്. ഏതായാലും അവർ കടയിലേക്ക് പോകുന്നു. ഈ സമയം സ്റ്റാൻലി വീട്ടിലുണ്ട്. സ്റ്റാൻലി വെറുതെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. ഇപ്പം ഫുൾ ടൈം ഉള്ള വെള്ളമടിയൊക്കെ ഇത്തിരി കുറച്ചെന്ന് തോന്നുന്നു. ആ സമയമാണ് അഞ്ചലിൽ നിന്ന് പള്ളിയിൽ വികാരി വിളിക്കുന്നത്. നമ്മുടെ റീത്താമ്മയെ പോയി കണ്ടായിരുന്നല്ലോ പള്ളിയിലച്ഛൻ. ആ പള്ളിയിലച്ഛൻ സ്റ്റാൻലി വിളിക്കുന്നുണ്ട്. വിളിച്ചു കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് അച്ഛനാണ് എന്ന് പറയുമ്പം നേരത്തെ അച്ഛൻ മാറിയോ എന്ന് സ്റ്റാൻലി ചോദിക്കും. അന്നേരം ആ അച്ഛൻ മാറിയിട്ട് 1 വർഷമായി, സ്റ്റാൻലി പള്ളിയിലോട്ടൊന്നും വരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഇതൊന്നും അറിയാത്തത് എന്ന് അച്ഛൻ പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ പള്ളിയിൽ വന്ന് കർത്താവിനെ കാണാറില്ല, ഞാനും ദൈവവും തമ്മിലുള്ള ഇടപാടൊക്കെ നേരിട്ടാണ്, എനിക്ക് വേണ്ടതൊക്കെ ഞാൻ ദൈവത്തോട് ചോദിക്കും, ദൈവം തരും, അതുപോലെ ദൈവത്തിന് വേണ്ടത് എന്നോട് ചോദിക്കും, ഞാൻ അങ്ങോട്ടും കൊടുക്കാറുണ്ട്, ഇതിനിടയ്ക്ക് പൈസയുടെ ഇടപാടൊന്നും ഇല്ല എന്ന് പറയുന്നു. എന്നിട്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാണ് എന്നെ ഇപ്പോൾ വിളിച്ചത്, ഇനിയിപ്പം അവിടെ പള്ളി എന്തെങ്കിലും പണിയുന്നുണ്ടോ, പൈസ എന്തെങ്കിലും വേണോ, അതിന് വേണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുമ്പം ഇവിടെ ഒരു പള്ളിയും പണിയുന്നില്ല, എനിക്ക് പൈസയും വേണ്ട, അതിന് വേണ്ടിയല്ല ഞാൻ വിളിച്ചത്, എനിക്ക് സ്റ്റാൻലി ഒന്ന് കാണണം, സ്റ്റാൻലിയോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയും. അന്നേരം എന്താ സംസാരിക്കാനുള്ളത് എന്ന് ചോദിക്കുമ്പം അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെന്നേ, വെറുതെ നമുക്ക് കുറച്ച് നേരം സംസാരിച്ച് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കാം എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് അച്ഛൻ എന്നെ വിളിച്ചതെന്നും ഇത് എങ്ങോട്ടാണ് പറഞ്ഞു കയറുന്നത് എന്നും എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് എന്നാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി, എന്നിട്ട് അച്ഛനിങ്ങ് പോരേ എന്ന് പറയും. അന്നേരം എന്നാലും സ്റ്റാൻലിയുടെ സൗകര്യം നോക്കണമല്ലോ, അതുകൊണ്ട് അത് പറ എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, ഇന്ന് നാളെ ഞാൻ തിരക്കാണ്, അത് കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം അച്ഛന്, ഞാനിവിടെ ഉണ്ടാകും എന്ന് പറയുന്നു. എന്നാൽ അത് ഏതായാലും നന്നായി, ഒരു ദിവസം ഞാൻ അങ്ങോട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഫോം വയ്ക്കുവാണ്. സ്റ്റാൻലിക്ക് അറിയാം അവിടെ പോയി റീത്താമ്മ ഇളക്കിയതിൻ്റെ ഫലമായിട്ടാണ് പള്ളിയിലച്ഛൻ വിളിച്ചതെന്ന്. ഏതായാലും സ്റ്റാൻലി ഭയങ്കര കൂളാട്ടോ, വലിയ ടെൻഷനൊന്നും കാണിക്കുന്നില്ല മുഖത്തന്നേരം. പിന്നെ കാണിക്കുന്നത് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന പൗലോസിനെയാണ്. സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു, വിഷോപ്പറി സാധനങ്ങൾ കൊണ്ടുവച്ച് അടുക്കളയിൽ ഒരു തവണ കൊണ്ടുവച്ച് കഴിയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ആലീന വരുന്നുണ്ട്. എന്നിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചോ പൗലോസ് ഏട്ടാ എന്ന് ചോദിക്കും. മേടിച്ചു എന്ന് പറയുമ്പം എന്തൊക്കെയാണ് മേടിച്ചത് എന്ന് ചോദിക്കും. അന്നേരം ഈ അടുക്കളയിലേക്ക് ആവശ്യമുള്ളതൊക്കെയാണ് മേടിച്ചത് എന്നാണ് പൗലോസ് പറയുന്നത്. എങ്കിൽ അതിൻ്റെ ലിസ്റ്റ് ഒന്ന് കാണിച്ചേ എന്ന് പറയുമ്പോൾ ആ ലിസ്റ്റ് കാണിക്കാം എന്ന് പറയും. എന്നാൽ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വെച്ചോ എന്ന് അലീന പറയുന്നു. അങ്ങനെ അത് എടുക്കാനായിട്ട് പോവാണ്. അത്രയ്ക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല അലീന ചോദിച്ചത് പോലും. പുറത്തേക്ക് ഇറങ്ങി വരുമ്പം ബൈജു വണ്ടിയിലിരുന്ന് സിഗരറ്റ് വലിക്കുന്നതാണ് കാണുന്നത്. അന്നേരം നീ എന്നാ ചെയ്യുവാടാ, ഇതൊന്ന് എടുത്തു വയ്ക്കാൻ കൂടിക്കേ എന്ന് പറയുമ്പം എന്താ ഇത്ര ധൃതി, ഞാനിതൊന്ന് വലിച്ചു തീർത്തോട്ടെ എന്ന് ബൈജു പറയും. അന്നേരം പൗലോസ് ബൈജുവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയുവാണ്, അവൾ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നു, എന്തൊക്കെയാണ് സാധനങ്ങൾ മേടിച്ചത്, അവൾക്ക് അതിൻ്റെ ലിസ്റ്റ് വേണം എന്നൊക്കെ പറയുവാണ്. പിന്നെ ഞാനിപ്പോൾ കൊടുക്കുമല്ലേ, അവൾ ചോദിക്കുന്നതേ എന്നെക്കൊണ്ട് സൗകര്യമില്ല, ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല എന്നൊക്കെ പറയുമ്പം അവൾക്ക് നമ്മളെ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ബൈജു ചോദിക്കും. അന്നേരം അതില്ലെന്നാ തോന്നുന്നേ എന്ന് പറയുമ്പം ബൈജു പറയുന്നുണ്ട്, എങ്കിലൊന്ന് സൂക്ഷിച്ചേക്കണം കേട്ടോ എന്ന്. ഏതായാലും രണ്ടുപേരൂടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വെക്കുന്നു. ഡൈനിങ് ടേബിളിൻ്റെ അവിടെ എല്ലാം കൊണ്ടുപോയി വെച്ച് കഴിയുമ്പം അലീന എല്ലാം നോക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൊണ്ട് വെച്ചു, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറയും. അത്തേക്കും അങ്ങോട്ടേക്ക് ആൻ്റപ്പനും വരുന്നുണ്ട്. ആൻ്റപ്പൻ വന്നിട്ട് ബൈജുവിനോട് പറയുവാണ്, ജീപ്പിൻ്റെ ആവശ്യം കഴിഞ്ഞെങ്കിൽ അത് കഴുകി തുടച്ചുകൊണ്ട് ഫ്രണ്ടിലിട്ടേക്കണം, ചിലപ്പോൾ കേണൽ സാഹിബിന് തോട്ടത്തിൽ പോകാൻ വണ്ടി ആവശ്യം വരും എന്നിങ്ങനെ പറയുമ്പം അലീന പറയും, നിനക്ക് ആൻ്റപ്പേട്ട ഒരു ഇത്തിരി സമയം കഴിഞ്ഞ് ആ വണ്ടി കഴുകും തുടക്കുകയൊക്കെ ചെയ്താൽ മതി, അതിപ്പോൾ അവിടെ കിടക്കട്ടെ എന്ന് പറയുമ്പോൾ എന്നാൽ ആയിക്കോട്ടെ എന്ന് ആൻ്റപ്പൻ പറയും. അത് കഴിഞ്ഞ് സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചേക്കുന്നത് എല്ലാം ഒന്ന് നോക്കിയിട്ട് അലീന ചോദിക്കും, ഇതൊക്കെ മേടിച്ചതിൻ്റെ ലിസ്റ്റ് എന്ത് ചെയ്യുന്നു. അന്നേരം അയ്യോ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ലിസ്റ്റായിട്ടൊന്നുമില്ല, ഈ മീൻ കടയിലും ഇറച്ചിക്കടയിലൊക്കെ എന്നാ ഈ ലിസ്റ്റ് വരാൻ, അതില്ല എന്ന് പറയുമ്പം വലിയ ലിസ്റ്റായിട്ട് കാണിയില്ല, എങ്കിലും ഒരു തുണ്ടയിലും കാണിയില്ല എന്ന് വയ്ക്കും. അന്നേരം അതൊന്നുമില്ല, അത് അവിടെ പറ്റായിട്ട് എഴുതി വയ്ക്കുവാണ് എന്ന് പറയും. അന്നേരം അലീന അവർ പറ്റെഴുതിക്കോട്ടെ, അതുപോലെ നമ്മുടെ കയ്യിൽ ഒരു പറ്റൂക്ക് കാണിയില്ല കഴിയുമ്പോൾ
പറ്റ് ബുക്ക് ഉണ്ട് എന്ന് പറയും. എന്നിട്ട് ആ പറ്റ് ബുക്ക് എന്ത് ചെയ്യുന്നു, കൊണ്ടോ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് കൊണ്ടുപോകാൻ മറന്നുപോയി കുഞ്ഞെ എന്ന് പറയും. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ പറ്റ് ബുക്ക് കൊണ്ടുപോകാൻ മറന്നു പോയിട്ട് അതിൽ എഴുതിയില്ലെങ്കിൽ നമ്മളിത് മറന്നു പോവുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ മറന്നു പോകത്തൊന്നുമില്ല, കടക്കാരൻ എഴുതുന്നുണ്ടല്ലോ എന്ന് പറയുക. അന്നേരം അലീന ചോദിക്കും, കടക്കാരൻ നമ്മളറിയാതെ ഒരു ഐറ്റം കൂടുതൽ എഴുതി ചേർത്താൽ കുറേ ദിവസം കഴിഞ്ഞ് ആൻ്റപ്പേട്ടന് ഓർക്കോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയാണ് എന്ന് പറയും. അന്നേരം അലീന ചോദിക്കും, അത്ര ഓർമ്മയുള്ള ആൾ എന്താ ഇവിടുന്ന് പറ്റ് ബുക്ക് എടുത്തുകൊണ്ട് പോകാൻ മറന്നു പോയതെന്ന് ചോദിക്കുവാണേ. അന്നേരം ഇത്തിരി ദേഷ്യമൊക്കെ വരുന്നുണ്ട്, എങ്കിലും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അന്നേരം അലീന ചോദിക്കും, ഇന്നലെ എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചായിരുന്നോ എന്ന്. ഇന്നലെ മേടിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ അത് പറ്റ് ബുക്കിൽ എഴുതിയെന്ന് ചോദിക്കുമ്പോൾ അതും മറന്നുപോയി എന്ന് പറയും. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ എല്ലാ ദിവസവും പറ്റ് എഴുതാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പൗലോസേട്ടാ ശരിയാകുന്നത്, അതത്ര ശരിയായ കാര്യമല്ലല്ലോ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ദിവസം പോകത്തൊന്നുമില്ല, നാളെ തന്നെ ഞാൻ കൊണ്ടുപോയി എല്ലാം പറ്റ് ബുക്കിലേക്ക് എഴുതാൻ പോവാണ് എന്ന് പറയും. എന്തായാലും ആ പറ്റ് ബുക്ക് ഒന്ന് കാണട്ടെ എന്ന് പറയുവാണ് അലീന. അങ്ങനെ പറ്റ് ബുക്ക് എടുത്ത് കയ്യിലോട്ട് കൊടുക്കുന്നു. അന്നേരം 2 ദിവസത്തെ എഴുതിയിട്ടില്ലേ, അന്നേരം എല്ലാ സാധനങ്ങളും മേടിച്ചതിൻ്റെ അളവും തൂക്കമൊക്കെ പൗലോസേട്ടന് നന്നായിട്ട് അറിയാമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാം, മേടിച്ച എല്ലാത്തിൻ്റെയും നല്ല ഓർമ്മയുണ്ട് എന്ന് പറയും. അന്നേരം അലീന എന്നാൽ ഒരു പേനയും തന്നെ ഞാൻ തന്നെ ഇതിൻ്റെ അകത്തേക്ക് എഴുതാം എന്ന് പറയുവാണ്. അപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് വല്യപ്പച്ചനും വരുവേ. വല്യപ്പച്ചൻ ചോദിക്കും, എന്താ ഇവിടെ സംഭവം, എന്നാ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല നീ ഇതിൻ്റെ അകത്ത് പറ്റ് എഴുതാൻ മറന്നുപോയി, അത് ഞാനങ്ങ് എഴുതിയേക്കാം എന്ന് ഓർത്ത് എഴുതുമായിരുന്നു എന്ന് പറയും. അന്നേരം വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, എന്താടാ പൗലോസേ നിങ്ങൾ വല്ല കള്ളത്തരം കാണിച്ചോ, അതുകൊണ്ടാണോ ഇതെല്ലാം എടുത്ത് അലീനെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കള്ളത്തരമൊന്നും കാണിക്കാറില്ല എന്ന് പറയും. അന്നേരം പൗലോസ് പറയുവാണ്, ഇന്നത്തെ പറ്റൊക്കെ ആ പറ്റ് ബുക്കിലൊന്ന് എഴുതാൻ മറന്നുപോയി, അതിനായി ഈ പ്രകടനമൊക്കെ, ഞങ്ങളെ വെറുതെ കളിയാക്കുന്ന രീതിയിലല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, വെറുതെ ആടിനെ പട്ടിയാക്കുന്ന പരിപാടിയായി ഇത് എന്നൊക്കെ പറയുമ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, നീ ഒരുപാട് സംസാരിക്കുകയൊന്നും വേണ്ട, ഇതിൽ ഇങ്ങനെയൊക്കെ അലീനെ കാണിക്കണമെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയുകൊണ്ട് തന്നെയാണ്, ഒന്നുമില്ലാതെ അവൾ ഒരു കാര്യവും ചെയ്യുകയില്ല, അത് നീ ഓർക്കുന്നത് നല്ലതാണ്, അതുകൊണ്ട് നീ ഒരുപാട് അങ്ങ് നെകളിക്കണ്ട, അവിടെ അടങ്ങി നിൽക്ക് എന്ന് വല്യപ്പച്ചൻ പറയുന്നുണ്ട്. അങ്ങനെ അലീന ഓരോ സാധനവും മേടിച്ചതിൻ്റെ കിലോ സഹിതം ഇങ്ങനെ പറയുവാണ്. അങ്ങനെ ഓരോന്നും പറയുന്നുണ്ട് കേട്ടോ, അരി 30 കിലോ, ആട്ട 10 കിലോ എന്ന് പറഞ്ഞാൽ ഓരോ ലിസ്റ്റ് പറയുന്നു. അലീന അതെല്ലാം എഴുതുന്നുണ്ട്. അലീന എഴുതുമ്പോഴും ഓരോന്നിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ, കിലോ പറയുമ്പോൾ. അലീന ഇങ്ങനെ എപ്പോഴും അടുക്കളയിൽ നിൽക്കുകയും അതുപോലെ അനാഥാലയത്തിലേക്ക് ഓരോ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏകദേശം സാധനം കാണുമ്പോൾ അത് അത്രയും ഉണ്ടോ ഇല്ലയോ എന്ന് അലീനയ്ക്കറിയാമല്ലോ. ഏതായാലും എല്ലാ കാര്യങ്ങളും എഴുതിയതിന് ശേഷം അലീന അവരോട് തന്നെ പറയുവാണ്, ഈ സാധനങ്ങളെല്ലാം തിരിച്ച് വണ്ടിയിലേക്ക് കൊണ്ട് കയറ്റിക്കോളാൻ. അന്നേരം അതെന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ഈ സാധനങ്ങളിലെല്ലാം തൂക്കത്തിൽ വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, കടക്കാർ നമ്മളെ പറ്റിച്ചോന്ന് നമുക്കൊന്ന് അറിയണ്ടേ, അതുകൊണ്ടൊന്ന് കയറ്റിക്കേ എന്ന് പറയുന്നു. അന്നേരം അതിൻ്റെ ആവശ്യമുണ്ടോ കുഞ്ഞെ എന്ന് പൗലോസ് ചോദിക്കും. അന്നേരം വല്യപ്പച്ചനോട് അലീന ചോദിക്കുക, ഈ ഇരിക്കുന്ന ഒരു 30 കിലോ ഉണ്ടോ, വല്യപ്പച്ചനൊന്ന് നോക്കിയിട്ട് പറഞ്ഞേന്ന്. അന്നേരം വല്യപ്പച്ചൻ നോക്കിയിട്ട് ഇത് 30 കൂടിപ്പോയി 20 കാണുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും പൗലോസ് വിട്ടെന്ന് പറയാം, അത് 20 കിലോ ഉള്ളൂ എന്ന്. അന്നേരം അലീന ചോദിക്കും, അപ്പം എന്നോട് പറഞ്ഞ 30 കിലോയിലെ 10 കിലോ എവിടെ പോയി എന്ന്. അന്നേരം എൻ്റെ പൗലോസ് പറയുവാണ്, ഇന്നലെ 10 കിലോ മേടിച്ചായിരുന്നു, അതോട് കൂട്ടി ഞാൻ ഒരുമിച്ച് പറഞ്ഞതേ ഉള്ളൂ എന്ന്. അന്നേരം ഇന്നലെ 10 കിലോ അരി മേടിച്ചിട്ട് ഇന്ന് പിന്നെയും 30 കിലോ മേടിച്ചോ, അതെന്തിനാ പൗലോസ് ഏട്ടാ, അരി പെട്ടെന്ന് അങ്ങ് തീർന്നോ എന്ന് ചോദിക്കുമ്പോൾ തീർന്നുകൊണ്ടൊന്നുമില്ല, നല്ല അരി കണ്ടപ്പം കുറച്ചുകൂടി അങ്ങ് മേടിച്ചെന്നേ ഉള്ളൂ എന്ന് പറയും. വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അലീന. അതുകൊണ്ട് തന്നെ അലീന വീണ്ടും ചോദിക്കും, ഇന്നലെ മേടിച്ച 10 കിലോ അരിയില്ലേ, അതെനിക്കൊന്ന് കാണാം, അതൊന്നും എടുത്തുകൊണ്ട് വരാൻ. വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ നേരെ സ്റ്റോർ റൂമിൽ ചെന്നിട്ട് ഒരു ഡപ്പ എടുത്തുകൊണ്ട് വരുവാണ്. എന്നിട്ട് അത് തുറന്ന് കാണിക്കും. നോക്കുമ്പോൾ അതിനകത്ത് കൂടിപ്പോയി ഒരു 2 കിലോ അരിയുള്ളൂ. അന്നേരം അലീന ചോദിക്കും, ഇന്നലെ 10 കിലോ അരി മേടിച്ചുകൊണ്ട് വന്നു, എന്നിട്ട് ഇപ്പോൾ ഇതിനകത്ത് 2 കിലോ ഉള്ളൂ, ബാക്കി 8 കിലോ ഇന്നലെ രാത്രി വന്ന് വേറെ ആരെങ്കിലും തിന്ന് തീർത്തോ എന്ന് ചോദിക്കുമ്പം പൗലോസ് പറയുവാണ്, അരി മേടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്, ഇനി രാത്രിയിൽ ഏതെങ്കിലും കള്ളന്മാർ വന്ന് അരി എടുത്തുകൊണ്ട് പോയോ എന്ന് അറിയത്തില്ല എന്ന്. അന്നേരം അലീന ചോദിക്കും, അതെങ്ങനെയാണ് ഇവിടെ അങ്ങനെ ഒരു മോഷണം നടക്കുന്നത്, അങ്ങനെ ഒരു മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അത് പപ്പയെ അറിയിക്കേണ്ടതെന്ന് ചോദിക്കുമ്പം കുറച്ച് കഴിയുമ്പോൾ പറയാമെന്ന് ഓർത്ത് ഞാൻ ഇരിക്കുമായിരുന്നു എന്ന് പറയുക. അന്നേരം അലീന പറയുന്നുണ്ട്, പൗലോസേട്ടാ ഒരുപാട് കിടന്ന് ഉരുളരുത്, ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിയാതെയല്ല ഇവിടെ നിൽക്കുന്നത് എന്ന്. അന്നേരം വല്യപ്പച്ചനും പറയുന്നുണ്ട്, ഇത്രയും വലിയ വീട്ടിൽ കയറി അരി മാത്രം മോഷ്ടിക്കാൻ ആരാടാ ഇങ്ങോട്ട് വരുന്നത്, അതുകൊണ്ട് നീ ഒരുപാട് വിളച്ചിലെടുക്കല്ലേ, അലീന പറഞ്ഞ പോലെ സാധനങ്ങളെല്ലാം വണ്ടിയിലേക്ക് കയറ്റിക്ക്, എന്നിട്ട് ബാക്കി സംസാരിച്ചാൽ മതി എന്ന് പറയുന്നു. വല്യപ്പച്ചൻ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല അലീനയോട്, അല്ലെങ്കിൽ പൗലോസ് 2 തർക്കുത്തരൊക്കെ പറഞ്ഞു നോക്കിയേനെ. അന്നേരം അലീന ചോദിക്കും, വല്യപ്പച്ചൻ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോയെന്ന്. അന്നേരം ഞാൻ വരാതെ ഇവന്മാരുടെ കൂടെ മോളെ തന്നെ വിടുമോ, ഞാനും വരാം, ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് വല്യപ്പച്ചൻ ഡ്രസ്സ് മാറാൻ പോകുന്നു. അവർ സാധനങ്ങളെല്ലാം വണ്ടി തിരിച്ച് കയറ്റി കഴിയുമ്പോഴും അലീന ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ഉണ്ടെങ്കിൽ ഇപ്പം പറയാം,
പിന്നീട് പറഞ്ഞ് ഞാനത് അംഗീകരിക്കില്ല എന്ന്. അന്നേരവും അവർ പറയും അവർക്കൊന്നും പറയാനില്ല എന്ന്. അന്നേരം അലീന ഇറങ്ങി ചെന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുവാണ് 3 പേരുടെയും ആ ഫോൺ ഇങ്ങ് തന്നേരേ എന്ന്. അന്നേരം അതെന്തിനാ കുഞ്ഞ് എന്ന് ചോദിക്കുമ്പം അല്ല ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് പോയി കഴിയുമ്പോൾ ആർക്കെങ്കിലും ഇടയ്ക്കൊന്ന് ഫോൺ വിളിക്കണമെന്നോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കണമെന്നോ തോന്നിയാലോ ശരിയാകില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ആ ഫോൺ ഇങ്ങ് തന്നേരം ഞാൻ കടയിൽ പോയിട്ട് വരുമ്പോൾ തന്നേക്കാം എന്ന് പറയുവാണ്. 3 പേർക്കും ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. ആൻ്റപ്പന് അത്രയും വലിയ മടിയില്ല, മറ്റന്മാർക്ക് 2 പേർക്കും നല്ലൊരു ടെൻഷനുണ്ട്. പൗലോസ് ഫോൺ കൊടുക്കാൻ മടിച്ച് നിൽക്കുമ്പം വല്യപ്പച്ചൻ ചോദിക്കും ഇത്രയും നേരം വണ്ടി കയറ്റിക്കോ പോയേക്കാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉത്സാഹമായിരുന്നല്ലോ, നിൻ്റെ ഉത്സാഹമൊക്കെ എവിടെ പോയടാ, നിൻ്റെ ഫോൺ കൊടുക്കാൻ നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്, ആ ഫോണും കൊടുത്ത് അവളുടെ കയ്യിലോട്ട് എന്ന് പറയും. വേറെ നിവൃത്തിയില്ലാതെ 3 പേര് ഫോണ് അലീനയുടെ കൈ കൊടുക്കും. അലീന ആ ഫോണൊക്കെ കൈ മേടിച്ച് പിടിച്ച് വണ്ടി കയറി അവരങ്ങ് പോവാണ്. വണ്ടി വീടിൻ്റെ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് പോകുന്നതിന് മുമ്പും അലീന പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇനിയാണെങ്കിലും പറയാം, ഈ ഗേറ്റ് വിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഞാനത് അംഗീകരിക്കില്ല എന്ന്. അന്നേരം അവരൊന്നും മിണ്ടുന്നില്ലേ. അന്നേരം വല്യപ്പച്ചൻ പറയുന്നുണ്ട് ഇനി ഒരു ചോദ്യവും പറിച്ചിലുമില്ല, നേരെ കടയിലേക്ക്, അത്രയേ ഉള്ളൂ, ഇനി വേറെ സംസാരം വേണ്ട എന്ന്. അങ്ങനെ അവർ കടയിലേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. അലീന കടയിൽ പോയി ഓരോ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് 300 രൂപ ആയ സമയത്തും 450 രൂപ തന്നെയാണ് വെളിച്ചെണ്ണയ്ക്ക് വില എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ 2Kയിൽ. അങ്ങനെ എല്ലാ കാര്യത്തിലും കള്ളത്തരമുണ്ട്. കടക്കാരനോട് ചോദിക്കുമ്പോൾ കടക്കാരനും ഈ പൗലോസിൻ്റെ അതേ രീതിയിൽ തർക്കുത്തരമാണ് പറയുന്നത്. അന്നേരം വല്യപ്പച്ചൻ പറയുന്നുണ്ട് എടാ ഞാൻ സ്റ്റാൻലിയുടെ അപ്പനാണ്, നീ മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ നിൻ്റെ കട ഇവിടെ കാണിയല്ല, സ്റ്റാൻലിയുടെ അപ്പനോടാണോ നീ കളിക്കാൻ നിൽക്കുന്നത് എന്ന് വെച്ച് കടക്കാരനെ പേടിപ്പിക്കുന്ന വല്യപ്പച്ചനെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം കള്ളത്തരം എല്ലാം കണ്ടുപിടിച്ചല്ലോ. അലീന പൗലോസിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് എൻ്റെ പപ്പേനെ ഇങ്ങനെ പറ്റിക്കാൻ നിങ്ങൾക്ക് തോന്നിയത്, എൻ്റെ പപ്പയുടെ സ്വത്ത് ഇതുപോലെ നശിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ഓരോ കാര്യങ്ങളും എണ്ണി ചോദിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടോടുകൂടി വിഷമിച്ചിങ്ങനെ നിൽക്കുന്ന പൗലോസിനെയും ബൈജുവിനെയും കാണിക്കുന്നുണ്ട്. പിന്നെ ഇവർ ഈ കള്ളത്തരം കാണിക്കുന്നതിൻ്റെ അകത്തൊന്നും ആൻ്റപ്പന് കയ്യില്ല, പക്ഷേ അതറിയാം കള്ളത്തരം കാണിക്കുന്നുണ്ട് എന്ന്. എന്നിട്ടും കണ്ണടയ്ക്കുന്നതിന് ആൻ്റപ്പന് ചെറിയ കൈമടക്കും ഒരു പൈൻ്റൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ആൻ്റപ്പൻ്റെ അടുത്ത് പോയും ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ണടയ്ക്കുന്നതിന് ഞാൻ ആൻ്റപ്പൻ ചേട്ടനും പൈൻ്റ് മേടിച്ച് തരാം, വില എത്രയാണെന്ന് എനിക്കറിയത്തില്ല, അതങ്ങ് പറഞ്ഞ് ആ വില ഞാൻ തന്നേക്കാം എന്നൊക്കെ അലീന ആൻ്റപ്പനോട് പറയുന്നെങ്കിൽ ആൻ്റപ്പന് ഭയങ്കര സങ്കടമായി. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട് ആൻ്റപ്പൻ ചേട്ടനെയൊക്കെ എൻ്റെ പപ്പയ്ക്ക് എന്ത് വിശ്വാസമാണെന്ന് അറിയാമോ, അത്രയും വിശ്വസിച്ച് എൻ്റെ പപ്പയോട് ഇങ്ങനെ ചെയ്യാൻ ആൻ്റപ്പേട്ടന് എങ്ങനെയാണ് തോന്നിയത് എന്ന് ചോദിച്ച് അലീനയുടെ കണ്ണ് നിറയുമ്പോഴേക്കും ആൻ്റപ്പനും സങ്കടം വരുന്നു. ആൻ്റപ്പൻ കൈ തൊഴുത് പിടിച്ച് സങ്കടപ്പെട്ട് പറയുന്നുണ്ട് കുഞ്ഞെ എനിക്കൊരു തെറ്റുപറ്റി ക്ഷമിക്കണമെന്ന്. ഏതായാലും എല്ലാവരുടെയും കള്ളത്തരം പൊളിച്ചെടുക്കുന്ന ദിവസം കൂടിയാണ് നാളെ.